ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു വചനഭാഗം ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കിടക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ ഈശോ നമ്മളെ അനുഗ്രഹിച്ചതിനും കർത്താവ് നമ്മുടെ കൂടെ നിന്നതിനും ഒക്കെ നമുക്ക് നന്ദി പറയാം. പുതിയ നിയമത്തിൽ ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 32, 33 വാക്യങ്ങൾ, രണ്ട് വാക്യങ്ങളെ നമ്മൾ ഇന്ന് രാത്രി വായിക്കുന്നുള്ളൂ. വചനം എടുക്കണം കേട്ടോ. ലൂക്ക 1, 32, 33. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. 32-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. തിയോളജിക്കലി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വലിയൊരു വാക്യമാണത്. ഈശോയുടെ വരവിനെ കുറിച്ച് ശരിക്കും പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ പ്രവാചകന്മാരിലൂടെയൊക്കെ കൊടുത്തേക്കുന്ന വലിയ വാഗ്ദാനങ്ങളുണ്ട്. ദാവീദിന് കൊടുത്ത വാഗ്ദാനമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമായിട്ട് മിശിഹ ഈശോ തമ്പുരാൻ വരുന്നതിനെ കുറിച്ചാണ് ഈ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ സന്ദേശമൊക്കെ കൊടുക്കുന്നത്. ഇത് കേട്ടപാടെ ഇങ്ങനെ പരിശുദ്ധ അമ്മ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം മംഗളവാർത്തയുടെ ഒരു കുഞ്ഞു ഭാഗമാണല്ലോ. ദൂതൻ വന്ന് പറയുന്ന പ്രോമിസുകൾ നിങ്ങൾ കേട്ടോ. വളരെയധികം പോസിറ്റീവായ പ്രോമിസുകളാണ് ദൂതൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ പ്രോമിസ്, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. ആ കുഞ്ഞ് വലിയവനായിരിക്കും, വലിയ ആളായിട്ട് മാറും. രണ്ടാമത്തെ ഒരു കാര്യം നോക്കി, അവൻ്റെ സിംഹാസനം എന്നേക്കും ഉറപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ അധികാരം ഉണ്ടാവും, പവർഫുൾ ആയിരിക്കും. മൂന്നാമത്തെ ഒരു വലിയ വാഗ്ദാനമാണ്, അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മംഗളവാർത്തയുടെ ഭാഗമാണിതെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ഇത് കേട്ട് ഹൃദയത്തിലേക്ക് ഇത് ഏറ്റെടുക്കുകയാണ് അല്ലേ. ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഒക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ സ്വയം വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തിയോളജി പറയാൻ പോവല്ല, നമ്മുടെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞുതരാൻ പോവാണ്. ഈ കേട്ട മംഗളവാർത്ത പോലെ ആയിരുന്നില്ല. പരിശുദ്ധ അമ്മ ഇങ്ങനെ ലാസ്റ്റ് പോയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? കുരിശിൻ്റെ വഴി അങ്ങ് എൻഡ് ചെയ്യുമ്പോൾ ഗാഗുൽത്താ മലയിൽ ഈ കുരിശെ കിടക്കുന്ന മകനെ നോക്കി നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. മംഗളവാർത്ത കേട്ടതെല്ലാം എന്തായിരുന്നു എന്നൊക്കെ സംശയിച്ചു പോകുന്ന സമയമാണ്. ഇവൻ വലിയവനായിരിക്കും എന്നൊക്കെ പ്രോമിസാ. പക്ഷെ ഇപ്പൊ താണ്ടെ ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ നാണക്കേടും ഏറ്റുകൊണ്ട് കളിയാക്കപ്പെട്ട് കീറി മുറിക്കപ്പെട്ട് തന്നെ മകൻ കിടക്കുകയാണ് കുരിശയിൽ. മരണത്തിന് വേണ്ടി വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവസാന ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പെടാപ്പാട് വിടുകയാണ്. അവൻ വലിയവനായിരിക്കും എന്ന മംഗളവാർത്തയിലെ പ്രോമിസ്. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, അവൻ എന്നേക്ക് രാജാവായിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെ പലകയിൽ എഴുതി വെച്ചേക്കാണ്, യൂതന്മാരുടെ രാജാവായ നസറായനായ യേശു എന്ന് പറഞ്ഞ് ഒരു കളിയാക്കലിന്റെ ഒരു സ്വരം പോലെ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചേക്കാണ്. ഈ മംഗളവാർത്തയെ പറഞ്ഞതൊന്നും അല്ല കുരിശിന്റെ ചോട്ടിൽ നടക്കുന്നത്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുക ലൈഫിൽ. നമ്മൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കില്ല. നമ്മളോട് പ്രോമിസ് ചെയ്ത പോലെ ഒന്നും അല്ല ചിലപ്പോൾ കാര്യങ്ങൾ ചില സമയത്ത് വരുന്നത്. നമ്മൾ വിചാരിക്കും, കർത്താവേ നീ എന്നെ പറ്റിക്കുവാണോ? ഞാൻ ഈ വചനമൊക്കെ വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാം നന്നായിട്ട് നടക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ മംഗളവാർത്ത ഒന്നും നടക്കുന്നില്ല. മംഗളവാർത്ത കേട്ടു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് മുഴുവൻ ഈ ഗാഗുൽത്ത അനുഭവങ്ങളാണ്. എനിക്കും നിങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ കുറേ അധികം തവണ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ടാകാം. ദൈവമേ, നീ പറഞ്ഞതൊന്നും അല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു ധ്യാനം കൂടി ഇപ്പം ഇങ്ങനെ ഒരു പ്രോമിസ് കിട്ടി, അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴത്തേന് ഈ കാര്യം നടക്കും. ഒരു ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം, ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളതായിരിക്കും, വിവാഹം നടക്കുന്നുള്ളതായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് ഈ സമയം കൊണ്ടൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ പ്രോമിസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മംഗളവാർത്ത ഈ കുരിശിൻ്റെ വഴി റിയാലിറ്റിയാണ്. ഗാഗുൽത്ത മല വേദനിപ്പിക്കുന്നതാണ്. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഓർക്കണം. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നൊരു മാതൃക. അവൾ അന്ന് ചോദ്യം ചെയ്തു. എപ്പോൾ? മംഗളവാർത്തയുടെ സമയത്ത് ചോദ്യം ചെയ്തു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷേ ഈ ഗാഗുൽത്തായിൽ നിന്ന് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾ ചോദ്യം ചെയ്തില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങണേ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മംഗളവാർത്തയിൽ ഈ പ്രോമിസ് കിട്ടിയ സമയത്ത് ചോദ്യം ചെയ്ത മറിയം, ഇതിന് ചിന്തിച്ചതിനും വിശ്വസിച്ചതിനും കേട്ടതിനും ഒക്കെ ഓപ്പോസിറ്റായ കാര്യം നടന്നപ്പോൾ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മറിയം ഒരിക്കലും ചോദ്യം ചെയ്തില്ല. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടാകാം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ചോദ്യം ചെയ്തിട്ട് പലപ്പോഴും ഉത്തരം കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ വിഷമം കൂട്ടുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. പകരം പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ഇതും കർത്താവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇത് കർത്താവ് അനുവദിച്ചാൽ ഇതിനെ അതിജീവിക്കാൻ ഒരു ശക്തി കൂടി കർത്താവ് തരുമെന്ന് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക ഉൾക്കൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ മുന്നോട്ട് ജീവിക്കണം. ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് വേറെ വെല്ലുവിളികൾ വന്നേക്കാം. ഒരിക്കലും മംഗളവാർത്തയെ പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ജീവിതത്തിൽ നടക്കുന്നത്. ഗാഗുൽത്താ മലയുടെ അനുഭവങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കാതിരിക്കാം. നിങ്ങളെ മുറിപ്പെടുത്തി നിങ്ങളെ പുകച്ച് വേദനിപ്പിക്കുന്നുണ്ടാകാം. ബട്ട് വി മസ്റ്റ് ഗോ ഫോർവേഡ്. മുമ്പോട്ട് പോകണം. ഒറ്റ കാര്യത്തിൽ, എന്തൊക്കെ തകർന്നാലും
ഈശോയിലുള്ള നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകാതെ ഈ വാഗ്ദാനം തന്നവൻ എന്നെ അനുഗ്രഹിക്കുമെന്നും ഇത് അനുവദിച്ചവൻ ഇതിനെ അതിജീവിക്കാൻ ശക്തി തരുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്തയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും, പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാത്തപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല, പ്രതീക്ഷ അസ്തമിച്ചു പോയില്ല. എല്ലാം തകർന്നു നിൽക്കുമ്പോഴും അവളുടെ വിശ്വാസം ഉയർന്നു തന്നെ നിന്നു, വളർന്ന് വളർന്ന് മുന്നോട്ട് നീങ്ങി. നമ്മുടെ മുമ്പിൽ ചുറ്റും നിൽക്കുന്ന സ്വപ്നങ്ങൾ തകരാം, നമ്മുടെ കൂടെ നിന്നവർ മാറി നിൽക്കാം, നമുക്ക് പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ ദിവസവും സംഭവിച്ചേക്കാം. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങണം ഒറ്റ ബോധ്യത്തിൽ, എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ഈശോയിലുള്ള ആ പ്രത്യാശ, ആ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ല. കാകുൽത്താമല ഇനിയും വന്നാലും ആ കുരിശിൻ്റെ ചോട്ടിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് എത്തിക്കും. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും ഈ കുരിശെടുത്ത് ആ കുരിശിനെ അതിജീവിച്ച ഈശോയും എൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിക്കണം. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങണം. നാളെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹമായിട്ട് ചെയ്യണം. അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.